ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ചീഫ് ലേണിംഗ് ആപ്പ്. ഓക്കെ, എല്ലാവർക്കും അടിപൊളി ഒരു വെൽക്കം. ഓക്കെ, നമ്മൾ സബ്ജക്ട് എന്താണെന്ന് പഠിച്ചു. ഈ പ്രെഡിക്കേറ്റ് എന്ന് നമുക്ക് നോക്കാം. സബ്ജക്ട് കഴിഞ്ഞ ക്ലാസ് വിശദമായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം എന്തിനാണ് ഇതൊക്കെ അറിയുന്നത് പറഞ്ഞാൽ നമുക്ക് പല ഇനി ഗ്രാമറിലോട്ട് കിടക്കുമ്പോഴൊക്കെ അവിടെ സബ്ജക്ട് എന്താണ് പ്രെഡിക്കേറ്റ് എന്ന് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ ഇതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളുണ്ട്, അതൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഇവിടെ നോക്കാം എന്താണ് ഇനി പ്രെഡിക്കേറ്റ് എന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ സബ്ജക്ട് എന്താണെന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് ഞാൻ പറയുകയാണ്. സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസ് നമുക്ക് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ, സബ്ജക്റ്റും പ്രെഡിക്കേറ്റും. ഓക്കെ, അതിൽ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ആ സെന്റൻസ് എന്തിനെ കുറിച്ചാണോ പറയുന്നതാണ്, ആ സെന്റൻസ് എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതെന്താണ് സബ്ജക്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കാം, പ്രൈസസ് ആർ ഗുഡ് ഇല്ലേ. പ്രൈസസ് ആർ ഗുഡ് എന്ന് പറയുമ്പോൾ ഈ പ്രൈസസ് എന്താണ് ഇവിടുത്തെ സബ്ജക്റ്റ് ആണ്. പ്രൈസസ് എന്താണ് ഇവിടുത്തെ സബ്ജക്റ്റ് അല്ലെ. ബാക്കിയുള്ള എന്താണ് ഇവിടുത്തെ പ്രെഡിക്കേറ്റും ആയിരിക്കും. ഓക്കെ, അതായത് ഇവിടെ നോക്കാം, ഇവിടെ നമുക്ക് യെസ് ഓക്കെ, ഇവിടെ പ്രൈസസ് എന്താണ് സബ്ജക്റ്റ്, ബാക്കി ആർ ഹയർ എന്താണ് പ്രെഡിക്കേറ്റീവ് ആണ്. അപ്പൊ പ്രെഡിക്കേറ്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കാണത്തില്ല ഇതുവരെ. നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസിൽ ആരെക്കുറിച്ചാണ് അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണോ പറയുന്നത് സബ്ജക്റ്റ്. പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ആ സബ്ജക്റ്റ് എന്തിനെ കുറിച്ചാണോ പറയുന്നത് അത് പ്രെഡിക്കേറ്റ്. ക്ലിയർ? ഇവിടെ സെക്കൻഡ് ഞാൻ മലയാളത്തിന് എഴുതിച്ചപ്പോണ്ട് എന്താണ് ആ സബ്ജക്റ്റ് എന്തിനെ കുറിച്ചാണ് പറയുന്നത് അതാണ് പ്രെഡിക്കേറ്റ് ആയിരിക്കും അല്ലെ. പ്രെഡിക്കേറ്റ് ആയിരിക്കും. ഓക്കെ, സബ്ജക്റ്റ് കഴിഞ്ഞ് സെന്റൻസിലുള്ള ബാക്കി ഭാഗം എല്ലാം എന്തായിരിക്കും പ്രെഡിക്കേറ്റ് ആയിരിക്കും. യെസ്, ഇവിടെ നോക്കാം, ഇവിടെ പ്രൈസസ് എന്താണ്, പ്രൈസസ് ആർ ഹയർ സെന്റൻസിലാണെങ്കിൽ പ്രൈസസ് സബ്ജക്റ്റ്, ആർ ഹയർ എന്താണ് അവിടുത്തെ പ്രെഡിക്കേറ്റ് ആയിരിക്കും അല്ലെ. പ്രൈസസ് അഥവാ സബ്ജക്റ്റ് ഒഴിച്ചുള്ള ബാക്കി എല്ലാം എന്തായിരിക്കും അത് ഇവിടുത്തെ പ്രെഡിക്കേറ്റ് ആയിരിക്കും. യെസ്, ഓക്കെ, ഇവിടെ നോക്കാം, നമുക്കൊരു ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. മൈ സിസ്റ്റർ കരൺ ഈസ് വെയിറ്റിംഗ് ഫോർ അസ്. എന്റെ സഹോദരി കരൺ ഞങ്ങളെ കാത്തിരിക്കുന്നു എന്ന് പറയുന്നു അല്ലെ. യെസ്, അവിടെ അങ്ങനെ പറയുമ്പോൾ സബ്ജക്റ്റ് മൈ സിസ്റ്റർ കരൺ, കാര്യം എന്താണ് അവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത്, മൈ സിസ്റ്റർ കരണിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ സബ്ജക്റ്റ് എന്തിനെ കുറിച്ചാണ് പറയുന്നത്, ഈസ് വെയിറ്റിംഗ് ഫോർ അസ്. അപ്പോൾ മൈ സിസ്റ്റർ കരൺ എന്താണ് സബ്ജക്റ്റ് അവിടുത്തെ അല്ലെ, സബ്ജക്റ്റ് അവിടുത്തെ. യെസ്, ഇതെന്താണ് പ്രെഡിക്കേറ്റ് എന്താണ് ഈസ് വെയിറ്റിംഗ് ഫോർ അസ് എന്താണ്, ബാക്കിയുള്ള എല്ലാം എന്തായിരിക്കും പ്രെഡിക്കേറ്റ് ആയിരിക്കും അല്ലെ. സബ്ജക്റ്റ് കണ്ടുപിടിച്ചാൽ പ്രെഡിക്കേറ്റ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. നെക്സ്റ്റ്, വാസ് ആന്റി ആംഗ്രി. ആന്റി വളരെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് അല്ലെ, അഥവാ ആന്റി ദേഷ്യപ്പെട്ടോ. വാസ് ആന്റി ആംഗ്രി, ദേഷ്യപ്പെട്ടോ, ആന്റി ദേഷ്യപ്പെട്ടോ. അവിടെ ആരെ കുറിച്ചാണ് പറയുന്നത്, ആന്റിയെ കുറിച്ച്. അപ്പോൾ സബ്ജക്റ്റ് എന്തായിരിക്കും, സബ്ജക്റ്റ് ആന്റി ആയിരിക്കും അല്ലെ. ഓക്കെ, വാസ് ആംഗ്രി എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടോ. യെസ്, ദേഷ്യപ്പെട്ടു. ഓക്കെ, ദേഷ്യപ്പെട്ടോ. അപ്പൊ ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞാൽ ആ സബ്ജക്റ്റ് ആയിട്ടുള്ള ആന്റിയെ കുറിച്ച് എന്താണ് പറയുന്നത്, വാസ് ആംഗ്രി എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടുന്ന് വാസ് ആംഗ്രി എന്താണ് പ്രെഡിക്കേറ്റ് ആയിരിക്കും. യെസ്, നെക്സ്റ്റ്, റാംസ് ബ്രദർ ഈസ് ഗുഡ് സിക്ക്. അഥവാ റാമിന്റെ സഹോദരൻ സുഖമില്ലാത്തവനാണ്. അപ്പൊ അവിടെ ആരെ കുറിച്ചാണ് സെന്റൻസ് പറയുന്നത്, റാമിന്റെ സഹോദരൻ. അപ്പൊ റാമിന്റെ സഹോദരനാണ് സബ്ജക്ട് എന്ന് പറഞ്ഞാല് ബാക്കിയെല്ലാം എന്തായിരിക്കും പ്രെഡിക്കേറ്റ് ആയിരിക്കും. ഈസ് ഗുഡ് സിക്ക് എന്തായിരിക്കും പ്രെഡിക്കേറ്റ് ആയിരിക്കും അല്ലെ. നെക്സ്റ്റ്, വില്യം ഷേക്സ്പിയർ റോട്ട് റോമിയോ ആൻഡ് ജൂലിയറ്റ് ആൻഡ് മെനി അതർ ഫേമസ് പ്ലേസ്. വില്യം ഷേക്സ്പിയർ ആണെങ്കിൽ കുറെ റോമിയോ ആൻഡ് ജൂലിയറ്റ്സും അങ്ങനെയുള്ള പല പ്രശസ്ത നാടകങ്ങളും എഴുതിയിട്ടുണ്ട് എന്ന് അവിടെ പറയുന്നുണ്ട് അല്ലെ. ഇവിടെ ആരെക്കുറിച്ചാണ് സബ്ജക്ട് പറയുന്നത്, സെന്റൻസ് പറയുന്നത് വില്യം ഷേക്സ്പിയറിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. അപ്പം അവിടെ സബ്ജക്ട് ആരായിരിക്കും, വില്യം ഷേക്സ്പിയർ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, പ്രെഡിക്കേറ്റ് ആരായിരിക്കും, റോട്ട് റോമിയോ ആൻഡ് ജൂലിയറ്റ് ആൻഡ് മെനി അതർ ഫേമസ് പ്ലേസ് എന്തായിരിക്കും പ്രെഡിക്കേറ്റ് ആയിരിക്കും അല്ലെ. യെസ്, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പ്രെഡിക്കേറ്റ് കാണുന്നത് പറഞ്ഞാൽ നമുക്ക് ഈ പ്രെഡിക്കേറ്റ് പൊസിഷൻസ് നമുക്ക് നോക്കാം. ഇനി അടുത്ത പൊസിഷൻസ് ഓഫ് ദി പ്രെഡിക്കേറ്റ്. ഫസ്റ്റ് നോക്കാം, പ്രെഡിക്കേറ്റ് ആഫ്റ്റർ ദി സബ്ജക്റ്റ്. സബ്ജക്റ്റിന് ശേഷം പ്രെഡിക്കേറ്റ് വന്നാൽ എങ്ങനെയായിരിക്കും നോക്കാം. ദ പാർക്കിംഗ് ലോട്ട് ഈസ് നെക്സ്റ്റ് ടു ദ സ്റ്റേഡിയം എന്ന് പറയുമ്പോൾ ദ പാർക്കിംഗ് ലോട്ട് എന്തായിരിക്കും സബ്ജക്റ്റ് ആയിരിക്കും അല്ലെ, സബ്ജക്റ്റ് ആയിരിക്കും. ദ നെക്സ്റ്റ് ടു ദ സ്റ്റേഡിയം എന്തായിരിക്കും പ്രെഡിക്കേറ്റ് ആയിരിക്കും. കാരണം ദ പാർക്കിംഗ് ലോട്ട് ഈ പറഞ്ഞ സെന്റൻസ് എന്തിനെ കുറിച്ചാണ് പറയുന്നത്, നമ്മുടെ ഈ പറഞ്ഞ പാർക്കിംഗ് ലോട്ടിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും പാർക്കിംഗ് ലോട്ട് എന്തായിരിക്കും സബ്ജക്റ്റ് ആയിരിക്കും, ബാക്കി എല്ലാം എന്തായിരിക്കും ദെൻ നെക്സ്റ്റ് ടു ദ സ്റ്റേഡിയം എന്തായിരിക്കും അത് പ്രെഡിക്കേറ്റ് ആയിരിക്കും. നെക്സ്റ്റ്, പ്രെഡിക്കേറ്റ് ആഫ്റ്റർ ദി സബ്ജക്റ്റ്. നെക്സ്റ്റ് ടു ദ സ്റ്റേഡിയം എന്താണ് അവിടുത്തെ പ്രെഡിക്കേറ്റും, പാർക്കിംഗ് ലോട്ട് എന്തായിരിക്കും അവിടുത്തെ സബ്ജക്റ്റും ആയിരിക്കും അല്ലെ. യെസ്, നെക്സ്റ്റ് എടുത്ത് നോക്കാം, ഈസ് ദ പാർക്കിംഗ് ലോ. ഇപ്പൊ പ്രെഡിക്കേറ്റ് പാർട്ട്ലി ബിഫോർ ആൻഡ് പാർട്ട്ലി ആഫ്റ്റർ ദ സബ്ജക്ട്. സബ്ജക്റ്റ് മുന്നേയും ശേഷവും പാർട്ട്ലി വരാം എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് കുറച്ച് മുന്നേയും കുറച്ച് ശേഷവും. ഇവിടെ വെക്കാം, ദ പാർക്കിംഗ് ലോട്ട് എന്ന് പറയുമ്പോൾ ദ പാർക്കിംഗ് ലോട്ട് ഈസ് ദ പാർക്കിംഗ് ലോട്ട് നെക്സ്റ്റ് ടു ദ സ്റ്റേഡിയം. ഓക്കെ,
അപ്പൊ അവിടെ ഈസ് എന്താണ്? ഈസ് ആണെങ്കിൽ ഇതാണ് ഇതൊരു പ്രെഡിക്കേറ്റ് ആണ്. ഇതിന് ശേഷം എന്താണ്? പ്രെഡിക്കേറ്റ് വന്നു. അപ്പൊ നെക്സ്റ്റ് സ്റ്റേഡിയം എന്താണ്? അതും പ്രെഡിക്കേറ്റ് ആണ് അല്ലെ? അപ്പൊ ഇവിടെ എന്താ? പാർക്കിംഗ് ലോട്ടിന് മുന്നേയും ശേഷം എന്ത് വന്നു? പ്രെഡിക്കേറ്റ് വന്നു. നമുക്ക് എന്ത് വിളിക്കാം അതിനെ? പാർട്ടി എന്താണ്? സബ്ജക്റ്റിന് മുന്നേയും ശേഷവും വന്നു അല്ലെ? അപ്പൊ ഇതാണ് എന്ത് നമ്മുടെ ഈ പറഞ്ഞ പ്രെഡിക്കേറ്റും സബ്ജക്റ്റ് എന്ന് പറഞ്ഞാല്. അപ്പൊ അതേപോലെ നിങ്ങൾ ഇത് ആൻസർ ചെയ്യുക. ദ ബോയ്സ് വെയർ പ്ലേയിങ് നിയർ ബൈ. ഐ റീഡ് മാക്ബത്ത് റീസൺലി. അപ്പോൾ ഇതിനകത്ത് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പൊ ഇതിന്റെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യുക. നമ്മളെന്താണ് അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മുടെ റെക്കോർഡ് ക്ലാസ് ഇടുന്നതായിരിക്കും. പിന്നെ ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ബേസിക് ഗ്രാമർ മുതൽ അഡ്വാൻസ് ഗ്രാമർ വരെ, ഇംഗ്ലീഷ് ഗ്രാമർ വരെ ഫ്രീ ആയിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർ എന്ത് ചെയ്യുക? ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പൊ ഓക്കെ, ബൈ.